മാറിയും മറിഞ്ഞും പിന്നെയും പിന്നെയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന ശിവാനി കേസ് ഇതോടെ ഫുൾ സ്റ്റോപ്പായി. ശിവയുടെ മൊഴിയെടുക്കാനായി CI മുംതാസ് എത്തുന്നു. ഓടിവെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് ഇതാണ്. മനസ്ജൻ തങ്ങളോട് ക്ഷമിക്കുമെന്ന വിശ്വാസത്തിൽ ശിവയും ശിവാനിയും. കായം കലക്കിയതുപോലെ ഉള്ളൂ ശിവണ്ണ. ഈ വീട്ടിൽ താമസിക്കുന്നവരെ അന്വേഷിക്കാൻ കനിയും അൻപഴകനും 2 കുട്ടികളുമായി താമസിക്കുന്നതിൽ ബ്രോക്കർക്ക് സംശയം. തുടർന്ന് കാണുക. ഒന്നിടവിട്ട് വന്ന് നോക്കുന്നത്. അപ്പാവികളാണെന്ന് കരുതിയ അഡ്വാൻസ് ഒന്നുമില്ലാതെ വീട് ശരിയാക്കി കൊടുത്തത്. 2 കൊച്ചുങ്ങളുണ്ട് കൂടെ. പക്ഷേ ആരും പുറത്തിറങ്ങാറേയില്ല. അവിടെ പക്ഷെ എങ്ങനെ ആൾതാമസം ഉള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഒച്ച എനക്കൊന്നും കേൾക്കാറുമില്ല. അത് തന്നെയാ കുഴപ്പം. ഇങ്ങനെ സദാസമയം അകത്തിരുന്നാലേ വല്ല സംഭവിച്ചു പോയാലേ ഞാൻ തൂങ്ങില്ലേ. ഇപ്പൊ ചേച്ചിയും പറഞ്ഞില്ലേ ഇവരെ പുറത്തങ്ങ് കാണാറില്ലെന്ന്. വല്ല സംശയവും തോന്നുന്നുണ്ടോ? എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാ ഒന്നിടവിട്ട് ഞാൻ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തിനാ ചേട്ടൻ വീട് കൊടുത്തത്? അത് പിന്നെ അവര് കുഴപ്പക്കാരാണോ? കുഴപ്പക്കാരാണോന്ന് ചോദിച്ചാ അവരെ പെരുമാറ്റം കണ്ടിട്ട് ഓരോന്ന് തോന്നുന്നതാ. അതെ, ഒരു നോട്ടം ഇങ്ങോട്ടുണ്ടാവണം കേട്ടോ. വൈദ്യരെ കാര്യം ഞാൻ മറക്കില്ല. 2 ദിവസത്തിനകം ആളെ ഇവിടെ എത്തിക്കാം. പോരെ? പേ പിടിച്ച പട്ടിയെപ്പോലെ നാട് മൊത്തം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഞൊണ്ടിക്കാലനും അവളും ആ പിള്ളാരെയും കൊണ്ട് ഏത് മാളത്തിലാണോ ഇരിക്കുന്നത് അവിടെ എത്താൻ കഴിയണം. ഇങ്ങനെ മുഖം കുനിച്ച് മുന്നിൽ വന്ന് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഐരാവത നിന്നെ അങ്ങോട്ട് അയച്ചത്. ഒറ്റയ്ക്ക് ഓടി എത്താൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ സേഫിനെയും കൂടെ വിട്ടു തന്നില്ലേ? എന്നിട്ട് എന്തെങ്കിലും നിന്നെ കൊണ്ടായോ? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരെയും കൊണ്ട് അവനും അവളും എവിടെ പോവാനാ? എത്ര ദൂരം ഓടിയെത്താൻ അവരെ കൊണ്ട് കഴിയും? വണ്ടിയിൽ എണ്ണ ഒഴിച്ച് നാട് മൊത്തം കറങ്ങിയെന്നുള്ളതല്ലാതെ നിങ്ങൾ അവരെ അന്വേഷിച്ചിട്ടില്ല. മാഡം, ഞങ്ങൾ ഇനി അവരെ അന്വേഷിക്കാൻ ഇടയില്ല. ഐരാവത, നിയന്ത്രണം വിട്ട് നിൽക്കുക. ഞാൻ അവരെവിടെ പോകാനാ? അവര് ട്രെയിനിലോ വള്ളത്തിലോ കയറി ഈ നാട് വിട്ടിട്ടൊന്നുമില്ല. നിന്റെയൊക്കെ കണ്ണെത്താത്തടത്ത് വട്ടം കൂടി ഇരിക്കുന്നുണ്ടാവും. മാഡം, എന്റെ സംശയം അവരെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവോന്നാ. ആര്? അവരെ കണ്ടെത്താൻ കഴിയാതെ പോയ ക്ഷീണത്തിൽ ഐരാവത നീ മുട്ടാപ്പോക്ക് പറയല്ലേ? മുട്ടാപ്പോക്കല്ല മാഡം, എനിക്ക് ബലമായ സംശയമുണ്ട്. അവരെ ആരോ സഹായിക്കുന്നുണ്ട്. ആര് സഹായിക്കാൻ? അങ്ങനെ ഒരു സഹായവും അവർക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനെങ്കിലും അങ്ങനെ ഒരാൾ തയ്യാറാവുമായിരുന്നില്ലേ? അവർക്കാരുടെയും സഹായം കിട്ടിയിട്ടുമില്ല. അവർ ചിന്ന ഭിന്നമായി ഓടിപ്പോയിട്ടുമില്ല. അവര് കൂട്ടത്തോടെ എവിടെയോ ഉണ്ട്. അവിടേക്ക് ഓടിയെത്താൻ കഴിയാത്തത് നിന്റെ പരാജയം. കൂടെ നിൽക്കുന്നവരെല്ലാം എന്നെ ചതിക്കാൻ നോക്കുകയാണോ? എന്റെ ആയുധവും കുട്ടികളാണ്. അവരില്ലാതെ താവളം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് നീലാംബരി വിലയില്ലാത്തവളാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അയ്യോ മാഡം, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെന്താ അവരെ കണ്ടുപിടിക്കാൻ താമസം? ഇനി എവിടാണെന്ന് വെച്ചാ മാഡം ഞങ്ങൾ ഓടുന്നത്? അവരിയ്ക്കുന്നിടത്തേക്ക് ഓടിയെത്തണം. അവിടെ ഉണ്ടായിരുന്ന എന്റെ പണവും എടുത്തോണ്ട് അവർ ചാടിപ്പോയത്. ധാരാളം വാടക വീടുള്ള പ്രദേശമാണത്. അങ്ങനെയാണെങ്കിൽ ആ പണം ഉപയോഗിച്ച് അവരേതെങ്കിലും ഒരു വാടക വീട് തരപ്പെടുത്തിയിട്ടുണ്ടാകാനാണ് സാധ്യത. അൻപൊരു പൊട്ടനാണെങ്കിലും കനി അവള് ബുദ്ധിമതിയാ. നമ്മുടെ കണ്ണിൽ പെടാതെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് സുരക്ഷിതരായി കഴിയുന്നുണ്ടായിരിക്കും അവര്. നമ്മൾ അറസ്റ്റിലായതും പുറത്തു വന്നതും ഒന്നും അവരറിഞ്ഞിട്ടുണ്ടാവില്ല. ആ പൊടിക്കുഞ്ഞ് വന്നു കയറിയതിൽ പിന്നെയാ ഇവറ്റകളുടെയൊക്കെ പരസ്പരമുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ കൂടിയത്. എന്തിനു വേദനുള്ള മനസ്സ് കൈവന്നതും. അതെ മാഡം. ആ പൊടിക്കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് എല്ലാ എണ്ണവും ഒരു വീട്ടിൽ തന്നെ കാണും. ചിലപ്പോ ആ വീട് നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവും. അല്ലെങ്കിൽ നമുക്ക് ഓടിയെത്താവുന്ന ദൂരത്ത്. നീലാംബരിയുടെ സംശയങ്ങൾക്കും ഊഹങ്ങൾക്കും പിഴവ് സംഭവിച്ചിട്ടില്ല ഐരാവത. അല്ല മാഡം, നമ്മൾ എങ്ങനെ ഏത് വഴിക്ക് ഇറങ്ങിത്തിരിക്കാനാ? പെരുവഴിയിലേക്ക് തന്നെ ഇറങ്ങണം. വീട് തരപ്പെടുത്തി കൊടുത്തേക്കാവുന്ന ബ്രോക്കർമാരെ നേരിട്ട് കാണണം. അല്ലെങ്കിൽ അവരുടെ നമ്പർ ഒപ്പിച്ച് വിളിക്കണം. എന്തെങ്കിലും ഒരു സൂചന അവരിൽ നിന്ന് കിട്ടാതിരിക്കില്ല. ആ ഒരു സൂചന മതി അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ
എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. തല ചൊറിഞ്ഞു നിന്നിട്ടില്ല ഇന്ന് വരെ ഈ നീലാംബരി ആരുടെ മുന്നിലും. തല ഉയർത്തിയേ നിന്നിട്ടുള്ളൂ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും സംഗതികൾ കുഴഞ്ഞു മറിയാണല്ലോ. ശിവാനിയുടെ കയ്യിൽ കുഞ്ഞുമണി ഉണ്ടാവുന്നുള്ള കണക്കുകൂട്ടലും അസ്ഥാനത്തായി. അവര് തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് നീലാംബരിയുടെ കയ്യിൽ തന്നെയാവും കുഞ്ഞുമണി ഉണ്ടാവുക. അതെ, അതിന് തന്നെയാണ് സാധ്യത. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ടതിന് മുമ്പ് അവർ കുറച്ച് കുട്ടികളെ മാറ്റി. ആ കൂട്ടത്തിൽ കുഞ്ഞുമണി ഉണ്ടായിട്ടുണ്ടാവും. ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും കുഞ്ഞുമണിയെ കണ്ടെത്തണം. മുംതാസ് മേഡം, ഒരു പ്രധാന ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ കുഞ്ഞുമണി നീലാംബരിയുടെ കയ്യിലല്ല. അന്ന് നീലാംബരി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നതിന് മുൻപ് അവിടുന്ന് കുറച്ചു കുട്ടികൾ മിസ്സായിട്ടുണ്ട്. അതിലാവും കുഞ്ഞുമണി ഉൾപ്പെട്ടിട്ടുണ്ടാവുക. ആ കുട്ടികൾക്കൊപ്പം നീലാംബരിയുടെ ഗ്യാങ്ങിൽപ്പെട്ട ചിലരുമുണ്ട്. മാനസാന്തരം വന്നവരാണ് അവര്. ഒരു പക്ഷെ അവരായിരിക്കും അവിടുന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോ ഈ രക്ഷപ്പെട്ടവരൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? അതിനെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല. താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർക്ക് പിന്നാലെയാണ് നീലാംബരി ഇപ്പോ. എന്ന് വെച്ചാൽ കുഞ്ഞുമണിക്ക് പിന്നാലെ എന്നർത്ഥം. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് പുറത്തിറങ്ങിയ ആളാ നീലാംബരി. അങ്ങനെ ഇരട്ടച്ചങ്കുള്ള നീലാംബരി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുത്തിരിക്കും. നീലാംബരിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയവരെ എന്തു വില കൊടുത്തും അവര് കണ്ടെത്തിയിരിക്കും. എന്നുവെച്ചാ അവര് കുഞ്ഞുമണിക്കരികിലെത്തും. അതെ, അതുകൊണ്ട് ഇനി പോകേണ്ടത് നീലാംബരിക്ക് പിന്നാലെയാണ്. ഇവിടുത്തെ ഓടുവഴികളും ഒളിത്താവളങ്ങളൊക്കെ മറ്റാരെക്കാളും നീലാംബരിക്ക് നല്ല നിശ്ചയമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും നീലാംബരിയും അവരുടെ ശിങ്കിടികളും കുഞ്ഞുമണി ആൾക്കാരും ഒളിച്ചു നിൽക്കുന്നിടത്ത് തന്നെ എത്തും. അവർക്ക് പിറകെ പോയാ കുഞ്ഞുമണിയെ നമുക്ക് കണ്ടെത്താം. നീലാംബരി തന്നെ നമുക്ക് കുഞ്ഞുമണിയെ കാണിച്ചു തരും. അവര് കണ്ടെത്തുന്ന വഴികളിലൂടെ അവരറിയാതെ അവർക്ക് പിന്നാലെ നമ്മൾ പോണം. അതിത്തിരി റിസ്ക് ആണ്. റിസ്ക് എടുക്കാതെ ഒന്നും നേടാനാവില്ല ബായ്. നഷ്ടപ്പെടാൻ നമുക്ക് ഒന്നുമില്ല, നേടാനേ ഉള്ളൂ. കുഞ്ഞിമണി. കുഞ്ഞിമണിയിലൂടെ മനസ്സിജമ്പായുടെ ജീവിതം, വയലോരം വീട്ടുകാരുടെ സന്തോഷം. മറ്റുള്ളവരുടെ ഉള്ളിൽ ഇത്തിരി സന്തോഷം നിറയ്ക്കാൻ കഴിഞ്ഞാൽ, മുഖത്ത് ചെറിയൊരു ചിരി വിടർത്താനായ, അതല്ലേ ഏറ്റവും വലിയ കാര്യം. നീലാംബരി, നീലാംബരിയുടെ ചിങ്കിടികൾ, ഇനി അവർക്ക് പിന്നാലെയാണ് നമ്മൾ. ശരി മാഡം, ബാബാ. ആ അപ്പുക്കുട്ടിന് ദൂഴി വന്നായിരുന്നോ? ഇല്ല. ഹലോ, ബ്രോക്കറാണോ? വീടുകളൊക്കെ വാടകയ്ക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്ന? അതെ, ഇതാരാ? എനിക്കൊന്ന് നിങ്ങളെ നേരിൽ കാണാൻ പറ്റുമോ? ഞാനിവിടെ നോട്ടീസ് നിങ്ങളുടെ നമ്പർ കണ്ടിട്ടാണ് വിളിക്കുന്നത്. വീടിനാണെങ്കിൽ ഇപ്പോൾ വലുതേ കയ്യിലുള്ളൂ. അഡ്വാൻസ് 50,000, റെന്റ് 12,000. നോക്കുന്നോ? വീടിൻ്റെ കാര്യത്തിന് തന്നെയാ. എനിക്ക് നിങ്ങളൊന്ന് നേരിൽ കാണണം. കാണാലോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പരിസരത്ത് നിങ്ങളാർക്കെങ്കിലും വീട് വാടകയ്ക്ക് ശരിയായി കൊടുത്തിട്ടുണ്ടോ? 1-2 കുട്ടികളൊക്കെ ആയിട്ട് 2 പേര്. ഇല്ല ഇല്ല. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ നേരിട്ട് വരാം. അപ്പം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല.
ഹലോ, ബ്രോക്കർ താഹയല്ലേ? അതെ, ആരാ? അതെ, നമ്മുടെ ഒരു കക്ഷി ഈ പരിസരത്ത് എവിടെയോ ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അതിന് നിങ്ങൾ എന്നെ വിളിച്ചെന്തിനാ? അല്ല, നിങ്ങളുടെ കെയർ ഓഫിലാണ് വീട് എടുത്തിട്ടുള്ളതെങ്കിൽ കണ്ടെത്താൻ എളുപ്പമായിരുന്നല്ലോ. എന്നാ വീടെടുത്തിരിക്കുന്നത്? അത് ഒരു 3-4 ദിവസമായി കാണും. ഇല്ല, എന്റെ കൈക്ക് വീട് പറഞ്ഞിട്ട് മാസം 2 ഹലോ ഹലോ, കനി കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല അൻപണ്ണ. മണിക്കുട്ടിയും ഉണ്ണിക്കുട്ടനും ഉറങ്ങി. പാവം, അച്ഛനും അമ്മയും ഇല്ലാത്തോണ്ടല്ലേ ഉണ്ണിക്കുട്ടൻ ഇവിടെ കഴിയേണ്ടി വരുന്നത്. ഇവയെ പോലെ കണ്ണീരോടെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിക്കുട്ടനെ നമുക്ക് അവരുടെ കൈകളിൽ എത്തിക്കായിരുന്നു. അല്ല അൻപണ്ണ? തൻ്റെ അവസ്ഥ സ്വയം തിരിച്ചറിഞ്ഞവനാ ഉണ്ണിക്കുട്ടൻ. അതുകൊണ്ടിപ്പോ നമ്മൾ രണ്ടാളുവാ അവനെല്ലാം. ഉണ്ണിക്കുട്ടൻ പറഞ്ഞില്ലേ നമ്മൾ അച്ഛനും അമ്മയാണെന്ന്. മരിക്കാനായാലും ജീവിക്കാനായാലും നമുക്ക് രണ്ടാൾക്കൊപ്പം അവനും ഉണ്ടാവും. മരിക്കാനായിരുന്നെങ്കിൽ നീലാംബരി മാഡത്തിന്റെ താവളത്തിൽ കിടന്നാ പോരായിരുന്നോ? നമുക്ക് ജീവിക്കണോ അൻപണ്ണ? നീലാംബരി മാഡത്തിനോ അവരുടെ ആൾക്കാർക്കോ ഒരിക്കലും എത്തപ്പെടാൻ കഴിയാത്തൊരിടത്തെത്തി നമുക്ക് 3 ആൾക്കും ജീവിക്കണം. നമ്മൾ 3 ആളും ഒരേപോലെ കണ്ണീരും വേദനകളും അനുഭവിച്ചവരാ. ആ നമ്മളെ വിധി വേർപെടുത്തുന്നില്ലെങ്കിൽ എവിടെയായാലും നമുക്ക് ഒരുമിച്ച് തന്നെ കഴിയണം അൻപണ്ണ. കനി, അതിനു മുമ്പ് നമ്മളൊരു വലിയ ജോലിയും കൂടി ചെയ്തു തീർക്കണം. മണിക്കുട്ടിയെ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കയ്യിലെത്തിക്കണം. മണിക്കുട്ടി ആരും ഉപേക്ഷിച്ചതൊന്നും അല്ല. ആ കാശ് എവിടെന്നോ തട്ടിയെടുത്തതല്ലേ. മണിക്കുട്ടിയെ തിരികെ കിട്ടിയില്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും അവളെ ഓർത്ത് ഈ ജന്മം മുഴുവൻ കണ്ണീരൊഴിക്കേണ്ടി വരും. നഷ്ടപ്പെട്ട മോളെ തിരികെ കിട്ടിയപ്പോ ഇവയുടെ പപ്പയുടെ മമ്മയുടെ സന്തോഷം നമ്മൾ നേരിൽ കണ്ടതല്ലേ. അതുപോലെ മണിക്കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും കണ്ണീരും വേദന അകറ്റാൻ നമുക്ക് കഴിയണം അൻപണ്ണ. അതിന് മനസ്സില്ലാഞ്ഞിട്ടല്ലല്ലോ കനി. പക്ഷേ മണിക്കുട്ടിയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും? അവൾ ആരാ, ഏതാ, എവിടുന്നാ? അങ്ങനെയുള്ള ഒരു വിവരവും നമ്മുടെ കയ്യിലില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലേക്ക് മണിക്കുട്ടിയും കൊണ്ട് കയറാൻ പറ്റില്ല. ഒരുപക്ഷെ ആ കുരുന്ന് നീലാംബരി മാഡത്തിൻ്റെ കയ്യിലേക്ക് തന്നെ തിരികെ ചെന്നെന്ന് വരും. എസ് ഐ ബലരാമൻ മണിക്കുട്ടിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ഭീഷണി തന്നെയാ. അപ്പോൾ പിന്നെന്താ കനി നമ്മൾ ചെയ്യുക? കാശിയെ കണ്ടുപിടിക്കണം. അയാൾക്കല്ലേ മണിക്കുട്ടിയെ കിട്ടിയത്. മണിക്കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. കനി, അയാൾ നീലാംബരി മാഡത്തിൻ്റെ ആളാ. നമുക്ക് വേണ്ടി ഇങ്ങനൊരു സഹായം അയാൾ ചെയ്യും തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ താവളത്തിൽ സംഭവിച്ചൊന്നും അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. തന്ത്രപൂർവം അയാളിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഏത് നാട്ടുന്ന മണിക്കുട്ടിയെ കിട്ടിയെന്നുള്ള ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഓരോ നിമിഷവും വിലപ്പെട്ടതാ. നേരമൊന്ന് വെളുത്തോട്ടെ. ഞാൻ കാശിയെ തിരക്കി ഇറങ്ങും. എവിടെ ഉണ്ടെങ്കിലും തേടി പിടിക്കും. ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും മണിക്കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാശിയിൽ നിന്നറിയും. മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും കൂട്ടിയേ ഞാനിവിടേക്ക് മടങ്ങി വരൂ. നമ്മളാ താവളത്തിൽ നിന്ന് പുറത്തു ചാടിയത് നമുക്ക് വേണ്ടിയല്ലല്ലോ കനി. ഇവയ്ക്കും ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിക്കും വേണ്ടിയല്ലേ. നാളെ മണിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ബാലേട്ടാ,
ഇതെങ്ങോട്ടേക്കായി പോന്നേ? ആദ്യം പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വയ്യ. കുഞ്ഞുമണിയെ കണ്ടുപിടിക്കണം. എവിടെയാ എങ്ങനെയാന്നൊന്നും അറിയാതെ ആ താവളത്തിൽ നിന്ന് പോയെങ്കിൽ എന്റെ കുഞ്ഞിപ്പോ എവിടെ ആയിരിക്കും? എന്തൊരു വിധിയാ ഇത്! നമുക്കൊപ്പം ഇവിടെ കളിച്ചും ചിരിച്ചും കഴിയേണ്ട കുഞ്ഞുമണി കുഞ്ഞുമണി വളരേണ്ടത് വയലോരം വീട്ടിൽ തന്നെയാ. ഇവിടെ തന്നെ വളരണം. യാതൊരു രക്തബന്ധമില്ലാത്ത പിച്ചളയും മുംതാസ് മേഡം ഒക്കെ കുഞ്ഞുമണിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അവരുടെ ഒപ്പം ഞാനും കൂടിയേ പറ്റൂ. ഞാൻ വരണ്ടെന്ന് പിച്ചള പറഞ്ഞതുകൊണ്ടാ ഇത്രയും കാലം ഞാനിവിടെ പിടിച്ചു നിന്നത്. അവര് കാണിക്കുന്ന ആത്മാർത്ഥത മാറി ഇന്ന് നോക്കി കാണുന്നതിൽ ശരികേടുണ്ട്. എന്നോട് വരണ്ടെന്ന് പിച്ചള പറഞ്ഞത് സ്നേഹം കൊണ്ടാ. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക്. മോൻ പോയിക്കോ. ഇവിടെ നിൽക്കുമ്പോഴും മനസ്സിവിടെ ഒന്നും അല്ലല്ലോ. അതെ ബാലേട്ട, പിച്ചളയുടെയും മുംതാസ് മേഡത്തിന്റെ ഒപ്പം ബാലേട്ടനും പോണം. കുഞ്ഞുമണിയെ ഈ വയലോരം വീട്ടിലെത്തിക്കണം. ബാലേട്ട, അവിടെ എത്തിയിട്ട് അപ്പപ്പോ വിവരങ്ങൾ വിളിച്ചറിയിക്കണേ. സീതേ, വിളിച്ചോളാം ഞാൻ. എന്ന് കരുതി സദാസമയം വിളിച്ചോണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന്റെ പേര് ടെൻഷൻ കയറ്റാനും എന്നെ വിളിച്ചോണ്ടിരിക്കാനും നിൽക്കണ്ട. വിളിക്കേണ്ട സമയത്ത് ഞാൻ വിളിച്ചോളാം. സീതേ, മോളെ നമ്മുടെ കുഞ്ഞുമണിയെ കിട്ടില്ലേ? കിട്ടോ അപ്പച്ചമ്മേ. മതിക്കല കൊല്ലാൻ നോക്കിയിട്ടും ജീവനോടെ ബാക്കിയായത് കുഞ്ഞുമണി നമുക്കൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെ അപ്പച്ചമ്മേ. അവള് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തുടങ്ങിയതാണല്ലോ. കുഞ്ഞുങ്ങൾ പരസ്പരം മാറി, അതിന്റെ പൊല്ലാപ്പുകള്, സംശയം, ഒടുവില് എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അതുപോലെ തന്നെയാവും ഇവിടെ സംഭവിക്കുക. ദൈവം തലയിൽ വരച്ചതുപോലെ നടന്നല്ലേ പറ്റൂ. വകതിരിവാകുന്നതിന് മുമ്പ് ദുരിതങ്ങൾ അനുഭവിക്കാനായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ യോഗം. ഭഗവാൻ കൃഷ്ണനും ജനനം മുതൽ ഇങ്ങനെയായിരുന്നല്ലോ. കംസൻ കൊല്ലാൻ നോക്കിയില്ലേ? ഇവിടെ അത് മതികല എന്ന ദുഷ്ടത്തിയായിരുന്നു. പിന്നെ എത്രയെത്ര ദുരിത വഴികളിലൂടെയാണ് കൃഷ്ണൻ നടന്നതും വളർന്നതുമൊക്കെ. അവസാനം ചേരേണ്ടടുത്ത് തന്നെ ചേർന്നു. അത് തന്നെ അപ്പച്ചമ്മ ഞാനും പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുമണി ഇവിടെ എത്തുക തന്നെ ചെയ്യും. പ്ലീസ്, എനിക്ക് ഒരാഴ്ച കൂടി സാവകാശം വേണം. അറിയാം, നമ്മൾ ഡീൽ ഉറപ്പിച്ചതാണ്. നീലാംബരി വാക്കു മാറില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ പറയുന്നിടത്ത് കുട്ടികളെ ഞാൻ എത്തിക്കും. കുട്ടികളുടെ ക്ഷാമമല്ല, പോലീസ് പഴയതുപോലല്ല. തലപ്പത്തൊരഴിച്ചുപണി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അല്പം സൂക്ഷിക്കണമല്ലോ. അല്ലെങ്കിൽ നിങ്ങളും കൂടി അകത്താവില്ലേ? ആ, ഉറപ്പ്, ഒരാഴ്ചക്കപ്പുറം പോവില്ല. ശരി, ഓക്കെ. ലജ്ജയില്ലേ നിനക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ സർവാംഗം മടക്കി നിൽക്കാൻ? കേട്ടല്ലോ, ബയ്യറുടെയും മീഡിയയുടെയും ഒക്കെ മുന്നിൽ കാല് പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നീലാംബരിക്ക്. ഇനിയും വരും ഓരോരുത്തരുടെ വിളി. അവരോട് ചോദിക്കണം ഒരാഴ്ചത്തെ സാവകാശം. ഈ ഒരാഴ്ചക്കകം കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തുന്നതാ നല്ലത്. ആ പിള്ളേരെ കണ്ടെത്തിയിട്ടല്ലാതെ എന്റെ മുന്നിലേക്ക് നീ ഇനി വരണ്ട. ഇനി നിനക്ക് വയ്യെങ്കിൽ പറ, അവരെ തിരക്കി ഞാൻ ഇറങ്ങാം. എനിക്ക് കുട്ടികളെ വേണം. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. മാഡം, ഇപ്പൊ പറഞ്ഞ കാലാവധിയില്ലേ, അതിനകം കുട്ടികളെ നമുക്ക് കൊടുക്കാം. എങ്ങനെ? എവിടുന്ന് പിടിച്ചു കൊടുക്കും നീ? ഞാൻ കാശി ഒന്ന് പോയി കാണാം മാഡം. അവൻ മനസ്സ് വെച്ച കച്ചവടത്തിനുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. അതെ മാഡം, ഈ ഒരവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ കാശിക്ക് മാത്രമേ കഴിയൂ. ഏതു മാർഗത്തിലൂടെയാണെങ്കിലും അവൻ നമുക്ക് കുട്ടികളെ ഇവിടെ എത്തിക്കും. അതിനിടയിൽ എനിക്ക് സേഫിനും അൻപിനെയും കനിയെയും ആ കുട്ടികളെയും തിരക്കി പോവുകയും ചെയ്യാലോ. കാശി ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയൂ? അതൊക്കെ കണ്ടെത്താം. മാഡം പറഞ്ഞെന്നറിഞ്ഞാൽ അവൻ ഈ നിമിഷം തന്നെ കെട്ടും മാണ്ടോ മുറുക്കി ഇറങ്ങും. എങ്കിൽ ചെന്ന് കാശിയെ കണ്ട് കാര്യങ്ങൾ പറ. നീലാംബരിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറ. എവിടുന്നെങ്കിലും 2 പിള്ളേരെ വേഗം കൊണ്ടുവരണമെന്ന് പറ. എന്നിട്ട് അവരുടെ പിന്നാലെ പോ. ശരി മാഡം. കനി, ഞാൻ ഇറങ്ങട്ടെ. കാശിയെ കണ്ടെത്തി മണിക്കുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ വരും. അൻപണ്ണ, അൻപണ്ണ, ഞാൻ വരണോ കൂടെ? വേണ്ട ഉണ്ണിക്കുട്ട, ഇവിടെ കനിയുടെ കൂടെ ആരാ ഉള്ളേ? അൻപണ്ണ, സൂക്ഷിച്ചു പോണം.
ആ ഐരാവതൻ ഇവിടൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. ഞാൻ സൂക്ഷിച്ചോളാം. എന്നെക്കുറിച്ച് എനിക്കൊരു പേടിയില്ല. എൻ്റെ ജീവൻ അപകടത്തിലായാലും കാശിയെ കണ്ടെത്തിയേ തീരൂ. രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടു. മണിക്കുട്ടിയുടെ വീട്ടിലെത്തിക്കുന്നത്, മണിക്കുട്ടിയുടെ അമ്മയും അച്ഛനും മണിക്കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നത്, അവരുടെ ഒരു സന്തോഷം. ആ സ്വപ്നം നടക്കും കനി. മണിക്കുട്ടിയെ നമ്മളെല്ലാവരും കൂടി വീട്ടിലെത്തിക്കും. ഉണ്ണിക്കുട്ടനെന്താ ഒരു സന്തോഷമില്ലാതെ? മണിക്കുട്ടി നമ്മളെ വിട്ട് പോകുന്ന ഓർക്കുമ്പോ മണിക്കുട്ടിയെ കൊടുക്കാതെ ഇരുന്നൂടെ? എന്താ ഉണ്ണിക്കുട്ട ഇങ്ങനെയൊക്കെ? ഉണ്ണിക്കുട്ടൻ തന്നെയല്ലേ പറഞ്ഞത് മണിക്കുട്ടിയെ വീട്ടിലെത്തിക്കണമെന്ന്? ഇവയുടെ അച്ഛനും അമ്മയെ സന്തോഷിച്ച പോലെ മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയെ സന്തോഷിക്കട്ടെ എന്ന് ഉണ്ണിക്കുട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഞാനങ്ങനെ പറഞ്ഞിരുന്നു, മണിക്കുട്ടിയെ വീട്ടിലെത്തുകയും വേണം. എന്നാലും മണിക്കുട്ടി പോകുന്ന ഓർക്കുമ്പോ എന്തോ പോലെ. ശിവണ്ണ, ഞാനും നോക്കിട്ട് വരാം. ഉണ്ണിക്കുട്ട, മണിക്കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോകും. കനി, ഉണ്ണിക്കുട്ടന് നല്ല വിഷമമുണ്ട്. ഉണ്ണിക്കുട്ടിന് മാത്രമല്ല അൻപണ്ണ, സങ്കടം എനിക്കുമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം മണിക്കുട്ടിയുമായി അടുത്തില്ലേ. കനിയും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അൻപണ്ണം പോയി കാശി കാണാൻ. മണിക്കുട്ടിയെ നമുക്ക് മണിക്കുട്ടിയുടെ വീട്ടിലെത്തിക്കാം. അൻപണ്ണ സൂക്ഷിക്കണേ. കനി അകത്ത് കയറി വാതിലടച്ചോ. ഞാൻ വന്ന് വിളിച്ചിട്ട് വാതിൽ തുറന്നാൽ മതി.